നിയമ വിദ്യാർത്ഥി ഷക്കീർ ഷൗക്കത്ത് അലിയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചുവെന്ന പരാതിയിൽ കൃഷ്ണദാസിന് ജാമ്യമില്ല. മറ്റു 3 പേർക്കും ജാമ്യം നിഷേധിച്ചിരിക്കുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ ദിൽജിത്ത് ചേരുകയാണ്. ദിൽജിത്ത്, ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള വാർത്തകൾ പുറത്തുവരുന്നു. എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം? കൃഷ്ണദാസിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ്. നിയമ വിദ്യാർത്ഥി ഷക്കീർ ഷൗക്കത്ത് അലിയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു എന്ന പേരിലായിരുന്നു ജാമ്യം എന്ന കേസിലാണ് ജാമ്യം അപേക്ഷ നൽകിയത്. എന്നാൽ അത് നിഷേധിച്ചുകൊണ്ട് കോടതി ഉത്തരവ്, ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് കോടതി ഉത്തരവ് ഉണ്ടായിരിക്കുകയാണ്. കൃഷ്ണദാസ് ഉൾപ്പെടെ 3 പേരുടെയും ജാമ്യ ഹർജി തള്ളിയിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരമാണ് പുറത്തുവരുന്നത്. ദിൽജിത്ത്, മറ്റു വിവരങ്ങൾ കൂടി. അഞ്ജു, ഈ കേസിൽ ലക്കടിയിലെ കോളേജിൽ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ 5 പേരാണ് റിമാൻഡിലായിരുന്നത്. ഇവരുടെ ജാമ്യാപേക്ഷയാണ് വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. 1-ാം പ്രതി കൃഷ്ണദാസ് അടക്കമുള്ള ആളുകളുടെ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ 5 പേരുടെയും ജാമ്യാപേക്ഷയിന്മേൽ വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതി വാദം കേട്ടിരുന്നു. തുടർന്നാണ് പ്രതിഭാഗത്തിൻ്റെയും വാദിഭാഗത്തിൻ്റെയും വാദം കേട്ടുകൊണ്ട് ഇന്നലെ 3-ാം പ്രതി സുചിത്രയ്ക്ക് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ബാക്കി അവശേഷിച്ചിരുന്ന 4 പേരുടെ ജാമ്യാപേക്ഷ ഇപ്പോൾ പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ളവരുടെ ജാമ്യം തള്ളുകയും 6-ാം പ്രതി വത്സലകുമാറിന് ജാമ്യം അനുവദിക്കുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ സ്വാശ്രയ കോളേജുകൾ ഇന്ന് കൃഷ്ണദാസിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ ഇന്ന് സ്വാശ്രയ കോളേജുകൾ അടച്ചുള്ള സമരം നടത്തുന്നുണ്ട്. ഈ സമരത്തിനെതിരെ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം നടത്തുന്നുണ്ട്. ഇപ്പോൾ SFI നടത്തുന്ന പ്രതിഷേധ പ്രകടനം ലക്കടി കോളേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ SFIയുടെ പ്രതിഷേധ പ്രകടനമാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. വിവിധ വിദ്യാർത്ഥി സംഘടനകൾ ഇത്തരത്തിൽ കോളേജിനെതിരെ സ്വാശ്രയ കോളേജുകൾ ഇത്തരത്തിൽ കോളേജുകൾ അടച്ചിട്ട് ഒരു സമരം നടത്തുന്ന നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ നടത്തുന്നുണ്ട്. കൃഷ്ണദാസിന് എതിരായ കേസുകൾ കെട്ടിച്ചമച്ചതാണ് എന്നാണ് സ്വാശ്രയ കോളേജുകളുടെ സംഘടന ആരോപിക്കുന്നത്. ആ ഒരു ആരോപണത്തിൽ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് സംസ്ഥാനത്തെ സ്വാശ്രയ കോളേജുകളുടെ സംഘടന കോളേജുകൾ അടച്ചിടാനുള്ളൊരു തീരുമാനമെടുത്തത്. ഈ ഒരു തീരുമാനത്തിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് ഇപ്പോൾ SFI പാലക്കാട് ലക്കിടിയിലെ ജവഹർ കോളേജിലേക്ക്, നെഹ്റു ഗ്രൂപ്പിന് കീഴിലുള്ള ജവഹർ കോളേജിലേക്ക് ഇപ്പോൾ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഇപ്പോൾ കൃഷ്ണദാസിന് ജാമ്യം നിഷേധിച്ചതായുള്ള വാർത്തകളും പുറത്തു വരുന്നു. കൃഷ്ണദാസ് മുൻപ് ഈ വിദ്യാർത്ഥിയെ മർദ്ദിച്ച കേസിൽ, ലക്കടി കോളേജിലെ വിദ്യാർത്ഥി ഷക്കീർ ഷൗക്കത്ത് അലിയെ മർദ്ദിച്ച കേസിൽ മുൻപ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ഹൈക്കോടതി നൽകിയിട്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. മജിസ്ട്രേറ്റ് കോടതിയുടെ തീരുമാനം അറിയുന്നതിന് വേണ്ടിയാണ് ഹൈക്കോടതി കാത്തിരുന്നത്. എന്നാൽ അതിന് ആ ഒരു ഘട്ടത്തിൽ തന്നെ ഹൈക്കോടതിയിൽ കൃഷ്ണദാസിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ജഡ്ജിനെതിരെ ജിഷ്ണുവിന്റെ മാതാപിതാക്കൾ സുപ്രീം കോടതി സൂചിപ്പിച്ച പരാതി നൽകുന്ന ഒരു നടപടിയിലേക്ക് വരെ പോയിരുന്നു. ജഡ്ജിന്റെ നടപടികൾ സംശയകരമാണ് എന്നതടക്കമുള്ള പരാതികൾ ജിഷ്ണുവിന്റെ വീട്ടിൽ നിന്നും വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കൃഷ്ണദാസിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ സ്വാശ്രയ കോളേജുകൾ പഠിപ്പ് മുടക്കിക്കൊണ്ട് അല്ലെങ്കിൽ കോളേജുകൾ അടച്ചിട്ടുകൊണ്ട് ഒരു സമരത്തിലേക്ക് നീങ്ങിയത്. ആ ഒരു സമരത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. SFIയുടെ നേതൃത്വത്തിൽ ലക്കടി ജവഹർ കോളേജിലേക്കുള്ള SFIയുടെ മാർച്ച് കഴിഞ്ഞ ശേഷം അവരിപ്പോൾ കോളേജിന് മുന്നിൽ ധർണയിരിക്കുകയാണ്. ദിൽജിത്ത്, മാനേജ്മെന്റിന്റെ ഈ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള വിദ്യാർത്ഥി സമരം അത് കൂടുതൽ ശക്തമാകുന്ന ഒരു സാഹചര്യമാണോ കാണാൻ കഴിയുന്നത്? നിലവിൽ മാനേജ്മെന്റ് കടുത്ത നിലപാടിൽ തന്നെയാണോ? എന്തെങ്കിലും അയവ് വരുത്തുന്നതിനുള്ള സൂചനകൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ടോ? അഞ്ജു, തീർച്ചയായും ഇപ്പോൾ വിദ്യാർത്ഥികളുടെ സമരം വളരെ ശക്തി പ്രാപിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നെഹ്റു കോളേജിൽ ഒത്തുതീർപ്പിന്റെ ഭാഗമായി പാലക്കാട്, തൃശൂർ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയുടെ ഭാഗമായുള്ള ഒത്തുതീർപ്പിന്റെ ഭാഗമായാണ് കോളേജിൽ സമാധാനം പുനഃസ്ഥാപിച്ച് വീണ്ടും ക്ലാസുകൾ തുടങ്ങിയത്. വീണ്ടും ക്ലാസുകൾ നടന്നു വരികയായിരുന്നു. അതിനിടെ ഈ ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കൃഷ്ണദാസിന് മുൻകൂർ ജാമ്യം ലഭിക്കുന്ന ഒരു നടപടി ഉണ്ടായി. ഇതേ തുടർന്ന് ജിഷ്ണുവിന്റെ മരണത്തിലുള്ള അന്വേഷണം വൈകുന്നുവെന്ന് ജിഷ്ണുവിന്റെ കുടുംബമടക്കം പരാതി ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഒരു സാഹചര്യത്തിലാണ് ജിഷ്ണുവിന്റെ മരണത്തിന് മുൻപ് ദിവസങ്ങൾക്ക് മുമ്പ് ലക്കടിയിലെ കോളേജിൽ വെച്ച് നടന്ന ഒരു സംഭവത്തിന്റെ പേരിൽ, അതായത് ലക്കടി കോളേജിലെ ലോ കോളേജ് വിദ്യാർത്ഥി ഷക്കീർ ഷൗക്കത്ത് അലിയെ കൃഷ്ണദാസ് നേരിട്ട് വിളിച്ചു വരുത്തി ലക്കടിയിൽ നിന്ന് പാമ്പാടിയിലെ കോളേജിൽ എത്തിച്ച് മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഇയാൾക്കെതിരെ വ്യാജമായി
റാഗിംഗ് കേസുകളടക്കം കെട്ടിച്ചമയ്ക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായി എന്നും വിദ്യാർത്ഥി പരാതി നൽകുന്നത്. വിദ്യാർത്ഥി കോടതിയിൽ നൽകിയ 164 വകുപ്പ് പ്രകാരമുള്ള രഹസ്യമൊഴി, ഈ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ പഴയന്നൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത ഒരു കേസുണ്ട്. ഈ കേസിൽ വിദ്യാർത്ഥിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തൃശൂർ റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ സഹകരണത്തോടു കൂടി തന്നെ നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ പി കൃഷ്ണദാസിനെ അടക്കം 5 പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നത്. ഈ കസ്റ്റഡിയിലായ ആളുകളെല്ലാം തന്നെ ഇപ്പോൾ റിമാൻഡിലാണ്. 5 പേരാണ് റിമാൻഡിലായിരുന്നത്. റിമാൻഡിലായ 3-ാം പ്രതി സുചിത്രയ്ക്ക് ഇന്നലെ വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ശേഷിക്കുന്നത് 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അഡ്മിനിസ്ട്രേഷൻ മാനേജർ സുകുമാരൻ, അതോടൊപ്പം കോളേജിന്റെ PRO വത്സലകുമാർ, കോളേജിലെ കായിക അധ്യാപകൻ ഗോവിന്ദൻകുട്ടി, അതോടൊപ്പം കോളേജ് ചെയർമാൻ കൃഷ്ണദാസ് എന്നിവരുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുന്നുണ്ടായിരുന്നു. ഇതിൽ വത്സലകുമാർ ഒഴികെയുള്ള കൃഷ്ണദാസ് അടക്കം 3 പേരുടെ ജാമ്യാപേക്ഷ ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. ദിൽജിത്ത്, ഒരുപക്ഷെ ഇന്ന് കോളേജ് തുറന്നില്ലെങ്കിൽ നാളെ മുതൽ തങ്ങളും ക്ലാസ്സിൽ കയറില്ല എന്നൊരു നിലപാട് വിദ്യാർത്ഥികൾ ഇന്നലെ എടുത്തിരുന്നു. ഇന്നിപ്പോൾ കോളേജുകൾ തുറക്കാത്ത ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ അവരുടെ നിലപാട് കടുപ്പിക്കുക തന്നെയാണോ? തീർച്ചയായും ഇത്തരത്തിൽ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതിലുള്ള ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി മാനേജ്മെന്റുകൾ കോളേജുകൾ അടച്ചിട്ടൊരു സമരത്തിലേക്ക് നീങ്ങുമ്പോൾ ഇത്തരത്തിൽ തുടർന്നും കോളേജുകൾ സമരമുഖമാകുന്നു എന്നതിൻ്റെ ഒരു സൂചനകൾ തന്നെയാണ് വീണ്ടും ലഭ്യമാകുന്നത്. ഏതായാലും ഇപ്പോൾ ഈ മാനേജ്മെന്റുകളുടെ സമരത്തെ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ SFIയുടെ നേതൃത്വത്തിൽ കോളേജുകളിലേക്ക് മാർച്ചും പ്രതിഷേധ സമരവും നടന്നു വരികയാണ്. ഇതിൻ്റെ ഒരു ശക്തമായ ഒരു സൂചന തന്നെയാണ് പാലക്കാട് ലക്കടി കോളേജിൽ നിന്നും അതോടൊപ്പം പാമ്പാടി നെഹ്റു കോളേജിൽ നിന്നും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ കൃഷ്ണദാസ് അറസ്റ്റിലായിരിക്കുന്ന സംഭവം നടന്നത് ഇതേ കോളേജിലാണ്. ഇതേ കോളേജിലെ ലോ കോളേജ് വിഭാഗത്തിലാണ് കൃഷ്ണദാസ് ഇത്തരത്തിലൊരു ആരോപണത്തിന് വിധേയമാകുന്ന വിധത്തിലൊരു സംഭവം ഉണ്ടായതെന്ന് പറയുന്നു. ഷഹീർ ഷൗക്കത്ത് അലി എന്ന വിദ്യാർത്ഥിയെ മർദ്ദിച്ചത് ലക്കടി ലോ കോളേജിൽ നിന്ന് ഈ വിദ്യാർത്ഥിയെ ഓട്ടോറിക്ഷയിൽ കയറ്റി പാമ്പാടി കോളേജിൽ എത്തിക്കുകയും അവിടെ നിന്ന് തുടർന്ന് അയാളിൽ നിന്ന് സുതാര്യ ഘട്ടത്തിലേക്ക് നൽകിയ പരാതി കോളേജിന് അനധികൃതമായി പണപ്പിരിവ് നടത്തുന്നുണ്ട് എന്നതടക്കമുള്ള പരാതികൾ ഷൗക്കത്ത് അലി നൽകിയിരുന്നു. ഈ പരാതി പിൻവലിക്കുന്നതടക്കം എഴുതി വാങ്ങുകയും തുടർന്ന് ഷഹീർ ഷൗക്കത്ത് അലി റാഗിംഗ് കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതടക്കമുള്ള രേഖകൾ കെട്ടിച്ചമയ്ക്കുകയും അതോടൊപ്പം ഇയാളെ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നതടക്കമുള്ള പരാതികളിലാണ് ഇപ്പോൾ ചെയർമാൻ അടക്കമുള്ളവരുടെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും കൃഷ്ണദാസിന്റെ ജാമ്യാപേക്ഷ തള്ളിയതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അപ്പോഴും ഇപ്പോൾ നെഹ്റു കോളേജിന് മുന്നിലുള്ള പ്രതിഷേധ സമരം അതിന്റെ ആവശ്യത്തിൽ തന്നെയാണ്. ശരി, നെഹ്റു കോളേജ് ചെയർമാൻ പി കെ കൃഷ്ണദാസിന്റെ ജാമ്യ ഹർജി തള്ളിയിരിക്കുകയാണ്. മറ്റു 3 പേരുടെയും ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. വിവരങ്ങളാണ് ദിൽജിത്ത് നൽകിയത്.